പുറത്തേക്ക് വിളിക്കുന്നു. ആര്? രാജവല്ലി. കൂട്ടുകാരികൾ വന്നിരിക്കുന്നു. അവരെ പരിചയപ്പെടുത്താനാ. എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞേക്കും. ചെന്നില്ലെങ്കിൽ എന്നെ ചീത്ത പറയും. ഒന്ന് പോയിട്ട് വന്നോളൂ. What nonsense! Hey, mister, come on, join with us. Wally, what is this? Hey, Chinnu, let him go to hell. Come on, dance. Join. How are you going to manage him, dear? Hey, Wally, never gamble with your life. He's an indecent fellow, illiterate, not at all cute, and cultureless. Shut your bloody mouth. Yes, what you said is true. I am not cute enough to marry this stupid girl. Because I want a wife, not a bloody flirt. How dare you talk about our golden culture? Being a Malayali, I am proud of it. You two have a prestigious Dravidian culture. It's a disgrace on your part, trying to imitate this mad Western culture. Shame! നിന്റെയൊക്കെ പേക്കൂത്തോൾക്കൊപ്പം താളം ചവിട്ടാൻ എന്നെ കിട്ടില്ല. അതിന് സംസ്കാരം ഇല്ലാത്തവരെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചു എന്നൊരു പ്ലസ് പോയിന്റ് മാത്രമേ നിനക്കൊക്കെ ഉള്ളൂ. നിന്നെ ഒന്നും പറഞ്ഞത് കാര്യമില്ല. തമ്പി, നീ യാത്ര പേസിരിക്കേണ്ട തെരിവില്ല. പോടാ തിരുട്ടു പയലേ. കൈ നിറയെ കാശും അഴിഞ്ഞാടാൻ ലൈസൻസ് ഉണ്ടെന്ന് നിന്നെയൊക്കെ വിട്ടിരിക്കുന്നവരുണ്ടല്ലോ, അവരോട് പറഞ്ഞാൽ മതി. എന്നോട് വേണ്ട. നിന്നോടുകൂടാ പറഞ്ഞത്. കീപ് ഇറ്റ് ഇൻ മൈൻഡ്. வக்கீலே, என்ன இதெல்லாம்? ஏய்யா, தாலி கட்டுறதுக்கு முன்னாலேயே அவன் இவ்வளவு திமிரா பேசினானே, தாலி கட்டுறதுக்கு அப்புறமா அவன் எப்படி பேசுவான்? തള്ളേ, മോനോട് പറഞ്ഞേക്ക്, എന്റെ കൊച്ചുമോളെ അനുസരിപ്പിക്കല്ല വേണ്ടത്, ഇവിടത്തെ ചിട്ടകൾ അനുസരിച്ച് കഴിയാ വേണ്ടതെന്ന്. മനസ്സിലായോ? ഏയ്യാ വക്കീലെ, എന്നെ ഒന്നും പേശ മാട്ടേങ്കേ. തൽക്കാലം ക്ഷമിക്കുക, എല്ലാം ശീലമായിക്കോളും. മുത്തശ്ശി കുട്ടിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. ഫ്രണ്ട്സിന്റെ ഒക്കെ മുമ്പ് വെച്ച് എന്തൊക്കെ പറഞ്ഞെന്ന് വക്കീലെങ്കിലും അറിയാമോ? എനിക്ക് ആകെ ഷെയിമായി പോയി. അവരൊന്നും ഇനി വീട്ടിലേക്ക് വരില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത്. ഏയ്യാ, ബന്ധുക്കളെ വിളിക്കാൻ പോകുമ്പം ഇവിടത്തെ ചിട്ടകളൊക്കെ പറയണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഇപ്പൊ എന്നാച്ച്? അവ എന്നെ ചൊല്ലിവിട്ടാ ഡാൻസ് കൊണ്ട ചൊന്നാ അതൊന്നും അറിയില്ലെന്ന് വെച്ചാ? നാട്ടും പുറത്ത് വളർന്ന ചെക്കനല്ലേ, അവിടെ ഡാൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാ. പല പുലിക്കളിയെ പറ്റുമായിരുന്നു, പിന്നെ നോക്കായിരുന്നു. എന്നെ അല്ല, இந்த ബംഗ്ലാവിലെ രാജവല്ലിയുടെ ഭർത്താവെന്ന് പറഞ്ഞാൽ രാജവല്ലിയെ പോലെ സകലകല വല്ലഭനായിരിക്കണം. ഇത് ഗുസ്തിക്കാരൻ ഉസലാംപെട്ടി മസ്താൻ ഫയൽവാൻ. ഇത് ബോക്സർ സലീം ഖാൻ. കരാട്ടെ ചാമ്പ്യൻ ചെന്നൈ ബ്രൂസ്ലി. സംഗീത വിദ്വാൻ തഞ്ചാവൂർ സുബ്ബയ്യ. ഇത് ഡാൻസ് ടീച്ചർ നടനശ്രീ നാട്യകലാക്ഷേത്രം സത്യവതി. അശോകനടിയാ, മോനെ വേഗം എഴുന്നേക്ക്. ഇതെന്നും വിളിക്കുന്ന പോലല്ല മോനെ. അശോക, ആരൊക്കെ വന്ന് നിൽക്കണ നോക്ക്. അശോക, അശോക, അശോക. പറയുന്നത് നടക്കാൻ. എന്താ കാര്യം? എനിക്ക് വണക്കം. ശ്രുതി ചേർത്ത് പാടുങ്കോ. ഭഗവാനെ രക്ഷിക്കണേ. ആഹാ, ഇതാരാ? ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞോ? എവിടെ കഴിയാൻ, കൊച്ചുതമ്പുരാട്ടിയുടെ ഓരോ തീരുമാനങ്ങളല്ലേ. വടിയടി, കത്തിക്കുത്ത്, കാളപ്പോര്, ഇതിന്റെയൊക്കെ മാഷന്മാരെ തിരക്കി രാവിലെ ആള് പോയിട്ടുണ്ട്. വൈകുന്നേരത്തിന് മുമ്പ് വരുമായിരിക്കും.
ശ്രീദേവിക്ക് ദൈവങ്ങളുമായിട്ട് നല്ല അടുപ്പമാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്ക്. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഉടനെ തന്നെ നിങ്ങളുടെ രണ്ടാളുടെയും കല്യാണം നടക്കണമെന്ന്. ഇപ്പൊ അതല്ലല്ലോ ഇവിടെ വിഷയം. പലവട്ടമായി ഞാൻ ശ്രദ്ധിക്കുന്നു, വിഷയം മാറ്റി സംസാരിക്കുന്ന കാര്യത്തിൽ ശ്രീദേവി കാട്ടുന്ന താല്പര്യം. ഇവിടെ ഞാൻ ആദ്യം വന്ന് കണ്ടതും എന്റെ മുറപ്പെണ്ണായി സങ്കല്പിച്ചതും ശ്രീദേവിയാണ്. കോടികളുടെ അധിപയായ പെൺകുട്ടിയുടെ വിനയം കണ്ട് ഞാൻ അതിശയിച്ചു. പിന്നെ യഥാർത്ഥ കോടീശ്വരിയെ കണ്ടിട്ടും ആദ്യം കണ്ട ആളെ മറക്കാൻ കഴിഞ്ഞില്ല. അറിയാതെ പറ്റിയൊരു പിഴവ്, അതങ്ങനെ തന്നെ മറന്നാ മതി. സത്യത്തിൽ നിങ്ങൾ മലയാളം പറയുമ്പോൾ ഞാൻ എൻ്റെ വീടിനെ കുറിച്ച് ഓർക്കും. അത്ര വ്യക്തമായ ഓർമ്മയൊന്നുമില്ല. നാട്ടിൽ നിന്ന് വരുന്നവരെ കാണുമ്പോഴും മലയാളം കേൾക്കുമ്പോഴും വെറുതെ തോന്നും വളരെ വേണ്ടപ്പെട്ടവരാണെന്ന്. അപ്പോ ഭാഷയോട് മാത്രമേ സ്നേഹമുള്ളൂ, അത് പറയുന്നവരോടില്ലല്ലേ? ഞാൻ വരുമ്പോ വേദന കൊണ്ട് കരയായിരുന്നു. എന്തു പറ്റി? കാലുവേദന എന്ന് പറഞ്ഞത്. അമ്പേ വേണ്ട, ഇപ്പോഴാ ഉറങ്ങിയത്, വിളിക്കണ്ട. ஸ்ரீதேவி, உன்னை எங்கெல்லாம் தேடுறது? எச்சக்கல நாயே, அங்க வந்து காப்பி குடிஞ்சு கொடுக்க சொன்னா இங்க என்னடி செய்யற? உன்னை என்ன செய்யறேன் பாரு. பாருங்க பாடி. എന്താ മോനെ ഇത്? അമ്മ കിടന്നോളൂ. ദൈവമേ, പാവം കുട്ടിയാ. ശ്രീദേവി, മറന്നു വെച്ചതാ. എന്റെ അമ്മയ്ക്ക് വേണ്ടിയാ ശ്രീദേവി തല്ലുകൊണ്ടത്. പാവം ആങ്ങളയുടെ മകളുടെ സ്നേഹവും പരിചരണവും അനുഭവിക്കാൻ ആർത്തി പിടിച്ചു വന്നതാ എന്റെ അമ്മ. ഇങ്ങോട്ട് പോരാൻ സമ്മതിച്ചത് ഞാൻ ചെയ്തൊരു തെറ്റാ. പോണം, മടങ്ങി പോണം. അതിന് തക്കോണം ഇവിടെ എന്താ ഉണ്ടായത്? എല്ലാം ഇട്ടെറിഞ്ഞ് പോകാൻ എളുപ്പാ. പക്ഷേ ആരും ഇല്ലാതാവുന്നതിനേക്കാൾ നല്ലതാ ആരായാലും ഒരാൾ ഒരിടം ഉണ്ടാവുന്നത്. തനിച്ചാവുമ്പോഴുണ്ടാവുന്ന വേദന അത് അനുഭവിച്ചാലേ മനസ്സിലാവൂ. പോട്ടെ, അമ്മ ഉറങ്ങിക്കാണില്ല. ஏய்யா, என்ன திமிரு இருந்தா நீ என் வீட்லயே சம்பந்தம் பேச வருவ? ஆவேசப்படாதீங்க முத்தச்சி.
நான் நிறுத்தினாலும் சொந்தங்களை நிறுத்திட முடியுமா? என்ன, நான் கொஞ்சம் தூரத்து சொந்தம், அதனால அந்நியன் ஆயிருவனா? தூரத்து சொந்தம்னு சொல்லி எங்க கிட்ட மடிப்பிச்ச கேட்டியே, அத மறந்துட்டியா? இல்ல உன்னையும் குடும்பத்தையும் காப்பாத்தின கவுண்டர் நாயரை மறந்துட்டியா? ஆமா, அவர் எப்போ செத்து சுடுகாட்டுக்கு போயிட்டாரு, இன்னும் அவரை பத்தியே பேசிட்டு இருக்கிற. ഓഹോ കൗണ്ടർ നായർ മരിക്കാൻ വേണ്ടി നോക്കിയിരിക്കായിരുന്നു അല്ലേ? വീണ്ടും പോയി പഠിച്ചു വിട്ടാൻ. வாயா வக்கீலு, அப்ப என்னடானா எனக்கு திருட்டு பட்டம் கட்டி இந்த வீட்டை விட்டு வெளியே அனுப்பி என் வாழ்க்கையை கெடுத்த. இப்ப என்னடானா கவுண்டர் நாயர் சாகும் பொழுது தந்திரமா ஏதேதோ சொல்லி எழுத வச்சு அந்த உயிரை காட்டி என் புள்ள வாழ்க்கையை கெடுக்க பாக்குறியா? பூபதி, அப்பா, நான் தாலி கட்ட போறது ராஜவல்லிய, சம்மதம் கேட்க வேண்டியது அவகிட்ட தானே. இந்த கிழவி கிட்ட என்ன பேச்சு? டேய், ஒரு அடி எடுத்து வச்ச நடக்கிறதே வேற. ஏண்டா, என்ன தைரியம் இருந்தா என் எதிர்த்து நின்னு பேசுவேன்? வக்கீலே, இவரை கழுத்தை பிடிச்சு வெளியே தள்ள சொல்லு. கடவுளே, மங்களகரமா பேச வேண்டிய இந்த நேரத்துல அமங்கலமா பேசி காரியத்தை கெடுக்கிறீங்களே. താൻ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കുന്നത് ഓർമ്മയുണ്ടോ? ആദ്യം പുറത്തിറങ്ങ. யோ, அதெல்லாம் அந்த காலம். பூபதி கவுண்டர் இப்ப நினைச்சா டெல்லி வரைக்கும் பேசுவாரு. ஏய், எதுக்குடா பெரிய பேச்செல்லாம் பேசிக்கிட்டு? முத்தச்சி, நடந்ததெல்லாம் மறந்துட்டு நடக்க போறத பாருங்க. இந்தாங்க, தட்டை வாங்கிக்கங்க. எடுத்துட்டு போடா. நான் ரொம்ப கடவுள் பக்தி உள்ளவன். என் மகன் தர்மராஜுக்கும் கவுண்டர் நாயர் மக ராஜவல்லிக்கும் முத்தச்சி கண்ணு முன்னாலேயே கல்யாணம் நடக்கும். എന്താ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്? വെറുതെ. അമ്മയ്ക്ക് അസുഖം എങ്ങനെ? കുറവുണ്ട്, കുറവാണെന്ന് നടിക്കുന്നു. അമ്മ മാത്രമായിട്ട് എന്തിനു അഭിനയിക്കാതിരിക്കണം? ഇവിടെ എല്ലാരും ഉള്ളിലുള്ളത് പുറത്തു പറയാതെ അഭിനയത്തിലാണല്ലോ. ശ്രീദേവി പോലും. അയ്യോ, ഞാൻ ഊരും പേരും ഇല്ലാത്ത ഒരു പാവം വേലക്കാരി പെണ്ണ. ആ നില ഞാൻ മറക്കാൻ പാടില്ല. നീ ഇന്നലെ പറഞ്ഞല്ലോ, ആരുമില്ലാത്തതിനേക്കാൾ നല്ലതാ ആരായാലും ഒരാൾ ഒരിടം ഉണ്ടാവുന്നതെന്ന്. ആ ഒരാൾ എനിക്ക് നീയാ. എന്റെ അമ്മയെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിയെ മതി എനിക്ക്. ധനവും സമ്പത്തും ഒന്നും എനിക്ക് വേണ്ട. ഞാൻ എതിർത്തൊന്നും പറയരുത്. ശ്രീദേവി, ஸ்ரீதேவி, இந்த பொண்ணு எங்க போனா? என் கண்ணாடி எங்க வச்சேனே, எங்க வச்சேன்னு தெரியலையே. ஸ்ரீதேவி, யாரங்க? ஸ்ரீதேவி, எங்க வச்சேன்? ഞാൻ ഇവിടെ ഉണ്ട് മുത്തശ്ശി. ഇതാ കണ്ണാടി. வர வர கண்ணாடி வைக்கலன்னா ஒண்ணுமே தெரிய மாட்டேங்குது. ஆரா அது? நீ ஆயிருந்தோ? இங்க வா. അവിടെ ആരോ രണ്ടുപേര് നിന്നത് പോലെ തോന്നിയല്ലോ. അതെ, രണ്ടുപേരുണ്ടായിരുന്നു. ഒന്ന് ഞാൻ, ഒന്നെന്റെ ഷാഡോ. നിഴൽ നിഴൽ നിഴൽ. ഓ, അത് ശരി. അല്ല മുത്തശ്ശി, കണ്ണാടി ഇല്ലെങ്കിൽ മുത്തശ്ശിക്ക് ഒട്ടും കണ്ണു കാണാൻ പാടില്ലേ? அப்படிയൊന്നും இல்ல, ഒരു ചെറിയ മങ്ങല്, അவ்வளவுதான். മങ്ങലെന്ന് പറഞ്ഞാ ഇത്ര അടുത്ത് നിന്നാ കാണാൻ പറ്റുമോ? കണ്ണാടി ഇല്ലെന്നാ தெரியாது. ഓ ദൈവമേ, രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടോ? അല്ല, ഇങ്ങനെ ഒരു കണ്ണാടി ഉള്ളത് കൊണ്ട് മുത്തശ്ശി രക്ഷപ്പെട്ടു എന്ന് പറയായിരുന്നു. അല്ലെങ്കിൽ എന്തെല്ലാം കുഴപ്പമുണ്ടായിരുന്നു ഇവിടെ. കുഴപ്പമാ? അതല്ല, കണ്ണാടി വെച്ചപ്പോ മുത്തശ്ശിക്ക് നല്ലൊരു എടുപ്പുണ്ട്. എടുപ്പാ? എടുപ്പ്, അഴക്, ഏഴഴക്. கவுண்டர் நாயர் மாதிரியே
മരുമകനും ഗട്ടിക്കാരൻ. അപ്പൊ കണ്ണാടി അടിച്ചു മാറ്റിയാൽ തൽക്കാലം ഇവിടെ പിടിച്ചു നിൽക്കാം. എനിക്ക് ആകെ പേടിയായി തുടങ്ങിയിരിക്കുന്നു. എന്തോ ഭാഗ്യം കൊണ്ടാ മുത്തശ്ശിയുടെ കണ്ണീന്ന് രക്ഷപ്പെട്ടത്. അയ്യോ, അത് ഭാഗ്യം കൊണ്ടൊന്നുമല്ല. പിന്നെ അവർക്ക് കണ്ണു കാണാൻ വയ്യാഞ്ഞിട്ട്. തമാശ പറഞ്ഞ് ചിരിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഇതൊന്നും പാടില്ല. രാജവല്ലി ഇതറിഞ്ഞാ സഹിക്കില്ല. വയ്യ, എനിക്ക് ആ ശാപം വാങ്ങാൻ വയ്യ. ശാപമോ? ഞാൻ അവളെ കല്യാണം കഴിക്കാന്ന് വാക്കൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? നമ്മൾ രണ്ടുപേരും ഒന്നു ചേരാൻ. ദേ ഇങ്ങോട്ട് നോക്കി. നീ അതൊന്നും ഓർത്തിട്ടില്ല. അയ്യോ ചേച്ചി, അങ്ങോട്ട് വഴിയില്ല. അയ്യോ നീയായിരുന്നോ? നീ ഇവിടെ ആരോടാ സംസാരിച്ചോണ്ടെന്നേ? അത് ഞാൻ ഒറ്റയ്ക്ക്. ഒറ്റയ്ക്കോ? ഒറ്റയ്ക്ക് എങ്ങനെ സംസാരിക്കാൻ? നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്ത്? ആരാ അവിടെ നിൽക്കാൻ?